السلام عليكم ورحمة الله وبركاته. إن الحمد لله وصلى الله على نبينا محمد وعلى آله وصحبه أجمعين. أما بعد، عن ابن عباس رضي الله عنهما عن النبي صلى الله عليه وسلم فيما يرويه عن ربه تبارك وتعالى أنه قال: إن الله كتب الحسنات والسيئات ثم بين ذلك، فمن هم بحسنة فلم يعملها كتبها الله عنده حسنة كاملة، وإن هم بها فعملها كتبها الله عنده 10 حسنات إلى 700 ضعف إلى أضعاف كثيرة، وإن هم بسيئة فلم يعملها كتبها الله عنده حسنة كاملة، وإن هم بها فعملها كتبها الله سيئة واحدة. رواه البخاري والمسلم. അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസാണ്. റളിയല്ലാഹു അൻഹുമ എന്ന് പറയുന്നവർ രണ്ടു പേർക്കും അള്ളാഹുവിൻ്റെ തൃപ്തി ഉണ്ടാവട്ടെ എന്ന് പറയുന്നത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ മകൻ അബ്ദുല്ലാഹിബിൻ അബ്ബാസ്, രണ്ടുപേരും സ്വഹാബിമാരായതുകൊണ്ടാണ്, അബ്ദുള്ളയും അബ്ബാസും സ്വഹാബിമാരായതുകൊണ്ടാണ് റളിയല്ലാഹു അൻഹുമ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ റളിയല്ലാഹു അൻഹു എന്നോ അല്ലെങ്കിൽ സ്ത്രീകളാണെങ്കിൽ റളിയല്ലാഹു അൻഹ എന്നാണ് പറയുക. ഏതായിരുന്നാലും അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമ റിപ്പോർട്ട് ചെയ്യുകയാണ് അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന്, ഫീമാ യർവീഹി അൻ റബ്ബിഹി തബാറക വ തആല, പ്രവാചകൻ തൻ്റെ റബ്ബിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഈ ഹദീസ് ഖുദ്സിയായ ഹദീസാണ്. ഇത്തരം ഹദീസുകളെയാണ് ഖുദ്സിയായ ഹദീസ് എന്ന് പറയുക. അഥവാ പ്രവാചകൻ അള്ളാഹുവിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുകളാണ് ഖുദ്സിയായ ഹദീസ് എന്ന് പറയുക. അതാണ് ഫീമാ യർവീഹി അൻ റബ്ബിഹി തബാറക വ തആല, പ്രവാചകൻ തൻ്റെ റബ്ബിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നു, അത് അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞത്. അപ്പോൾ അത് ഖുദ്സിയായ ഹദീസാണ്. ഹദീസിന്റെ ആശയത്തിലേക്ക് കടന്നാൽ, അന്നഹു ഖാല, പ്രവാചകൻ പറയുകയാണ്, ഇന്നല്ലാഹ കതബൽ ഹസനാതി വസ്സിയ്യാത്ത്, ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, കതബൽ ഹസനാതി വസ്സിയ്യാത്ത്, ഹസനാത്തും സയ്യിആത്തും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അഥവാ ഹസനാത്ത് എന്ന് പറഞ്ഞ നന്മകൾ, സയ്യിആത്ത് എന്ന് പറഞ്ഞാൽ തിന്മകൾ, നന്മകളും തിന്മകളും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. സുമ്മ ബയ്യന ദാലിക, പിന്നീട് അതിനെ വ്യക്തമാക്കുകയും ചെയ്തു. നന്മയും തിന്മയും രേഖപ്പെടുത്തുക എന്ന് മാത്രമല്ല, പിന്നീട് അത് വ്യക്തമാക്കി തരികയും ചെയ്തിട്ടുണ്ട്. ഇവിടെ രേഖപ്പെടുത്തി എന്ന് പറഞ്ഞാൽ എന്താണ് നന്മകൾ, എന്താണ് തിന്മകൾ എന്നും, അത് എപ്പോഴാണ് എങ്ങനെയാണ് സംഭവിക്കുക എന്നതും, അതുപോലെ തന്നെ ആ നന്മകൾക്കും തിന്മകൾക്കും ഒക്കെ എന്തൊക്കെയാണ് പ്രതിഫലം നൽകപ്പെടുക എന്നതുമൊക്കെയാണ് രേഖപ്പെടുത്തിയെന്ന് പറയുന്നത്. ഇവിടെ മനസ്സിലാക്കുക, ഹസനാത്ത് എന്ന് പറഞ്ഞാൽ നന്മകൾ എന്ന് നമ്മൾ അർത്ഥം പറയും. ഹസനാത്ത് അഥവാ ഹസനാത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നും പ്രതിഫലത്തിന് അർഹമായ കർമ്മങ്ങളാണ് ഹസനാത്ത്. അതോടൊപ്പം തന്നെ ആ കർമ്മങ്ങൾ ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ പ്രതിഫലം ലഭിക്കുകയും ചെയ്യുന്ന കർമ്മങ്ങളാണ് ഹസനാത്ത് എന്ന് പറയുന്നത്. എന്നാൽ സയ്യിആത്ത് എന്ന് പറഞ്ഞാൽ ചെയ്തു കഴിഞ്ഞാൽ ശിക്ഷ ലഭിക്കുന്നതും ചെയ്യരുത് എന്ന് കൽപ്പിക്കപ്പെടുകയും ചെയ്തതാണ് സയ്യിആത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ജീവിതത്തിൽ അത് ചെയ്തു കഴിഞ്ഞാൽ ശിക്ഷ ലഭിക്കുകയും തിന്മയായി മാറുകയും അതുപോലെ തന്നെ അത് ചെയ്യരുത് എന്ന് കൽപ്പിക്കപ്പെടുകയും ചെയ്തിട്ടുള്ളതായ കർമ്മങ്ങളെ സയ്യിആത്ത് എന്നും പറയുന്നു. എന്നിട്ട് ഒന്നുകൂടെ വ്യക്തമാക്കി പറയുകയാണ്, ഫമൻ ഹമ്മ ബിഹസനത്തിൻ, ആരെങ്കിലും ഒരു ഹസനത്ത് ചെയ്യാൻ ഉറപ്പിച്ചാൽ, മനസ്സുകൊണ്ട് തീരുമാനിച്ചാൽ, അഥവാ ആരെങ്കിലും ഒരു നന്മ ചെയ്യുവാൻ വേണ്ടി മനസ്സുകൊണ്ട് തീരുമാനിക്കുകയും ഉറപ്പിക്കുകയും ചെയ്തു, എന്നാൽ ഫലം യഅമൽഹ, എന്നാൽ പിന്നീട് അവനത് ചെയ്യാൻ സാധിച്ചില്ല,
എന്തെങ്കിലും ചില സാഹചര്യങ്ങൾ കൊണ്ട് അവനത് ചെയ്യാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ അത് ചെയ്യുന്ന സമയത്ത് അതിനേക്കാൾ വലിയ ഒരു നന്മ അവൻ എന്ത് ചെയ്തു, ചെയ്യാൻ പോയി. അപ്പോൾ അവൻ ഉദ്ദേശിച്ച നന്മയേക്കാൾ വേറെ ഒരു നന്മ അവന് കിട്ടിയപ്പോൾ അത് ചെയ്യാൻ പോയി. അതല്ല എങ്കിൽ എന്തെങ്കിലും ശർഈയായ കാരണത്താൽ എന്ത് ചെയ്തു, അവനത് ചെയ്യാൻ സാധിച്ചില്ലെന്ന് വിചാരിക്കുക. അതാണ് ഫലം യഅമൽഹ, അവനത് ചെയ്യാൻ സാധിച്ചില്ല എങ്കിലും കതബഹല്ലാഹു ഇൻദഹു ഹസനതൻ കാമില. കതബഹല്ലാഹു, അല്ലാഹു അതിനെ, അവൻ മനസ്സുകൊണ്ട് തീരുമാനിച്ച എന്നാൽ ചെയ്യാത്ത ആ കർമ്മത്തെ അല്ലാഹു രേഖപ്പെടുത്തി വെക്കും. ഇൻദഹു, അവന്റെ അടുക്കൽ, ഹസനതൻ കാമിലതൻ, പൂർണ്ണമായ ഒരു നന്മയായി രേഖപ്പെടുത്തപ്പെടും എന്നർത്ഥം. ഇപ്പൊ എന്താ പറഞ്ഞ, എന്താ, ഒരാൾ ഒരു നന്മ ചെയ്യാൻ തീരുമാനിച്ചു, എന്നാൽ അവന് ചില സാഹചര്യങ്ങൾ കൊണ്ട്, ചില കാരണങ്ങൾ കൊണ്ട് അത് ചെയ്യാൻ സാധിച്ചില്ല. അതൊന്നുകിൽ അതിനേക്കാൾ നല്ലൊരു നന്മ കിട്ടിയപ്പോൾ അത് ചെയ്യാൻ വേണ്ടി പോയി, അപ്പൊ ഇത് ചെയ്യാൻ പറ്റിയില്ല. അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അനുവദനീയമായ ഒരു തടസ്സമുണ്ടായപ്പോൾ ഇത് ചെയ്യാൻ സാധിച്ചില്ല. എങ്ങനെയാണെങ്കിലും അള്ളാഹുവിന്റെ അടുക്കൽ അവന്റെ ആ തീരുമാനത്തിന്, നല്ല നിയ്യത്തിന് നല്ല ഒരു പ്രതിഫലം രേഖപ്പെടുത്തപ്പെടുമെന്നാണ്. എന്നാൽ തുടർന്ന് അള്ളാഹു പറയുന്നു നോക്കൂ, പ്രവാചകൻ പറയുന്നു നോക്കൂ, വഇൻ ഹമ്മ ബിഹാ, ഇനി ആരെങ്കിലും മനസ്സുകൊണ്ട് ഉറപ്പിച്ചു, ആ ഒരു നന്മ ചെയ്യാൻ തീരുമാനിച്ചുറപ്പിച്ചു, ഫഅമിലഹ, അങ്ങനെ അവൻ അത് പ്രവർത്തിക്കുകയും ചെയ്തു, കതബഹല്ലാഹു, അല്ലാഹു അത് രേഖപ്പെടുത്തി വെക്കും, ഇൻദഹു, അവന്റെ അടുക്കൽ, 10 ഹസനാത്ത്, 10 നന്മകളായിട്ട് രേഖപ്പെടുത്തി വെക്കും. മാത്രമല്ല ഇലാ 700 അദ്അഫിൻ, 700 ഇരട്ടി വരെ, ഇലാ അദ്അഫിൻ കസീർ, അതിനേക്കാൾ ഇരട്ടി. അപ്പോ ഒരാൾ ഒരു നന്മ ചെയ്യാൻ മനസ്സുകൊണ്ട് തീരുമാനിക്കുകയും ആ നന്മ പ്രവർത്തിക്കുകയും ചെയ്താൽ അതിന്റെ ഫലമായിട്ട് അള്ളാഹു അവന്റെ അടുക്കൽ 10 പ്രതിഫലം രേഖപ്പെടുത്തി വെക്കും. അവൻ 10 നന്മകളായിട്ട് അത് രേഖപ്പെടുത്തി വെക്കും. 10 എന്ന് മാത്രമല്ല, ആ 10 മുതൽ അത് 700 ഇരട്ടി വരെ, അതിനേക്കാൾ ഇരട്ടിയായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടുക്കൽ ആ നന്മയെ രേഖപ്പെടുത്തി വെക്കും എന്നാണ് പറഞ്ഞത്. ഇനി സയ്യിഅത്തിനെ കുറിച്ചാണ് പറയുന്നത്. വഇൻ ഹമ്മ ബിസയ്യിഅത്തിൻ, ആരെങ്കിലും ഒരു തിന്മ ചെയ്യുവാൻ വേണ്ടി ഉറപ്പിച്ചു, ഫലം യഅമൽഹ, എന്നാൽ അവൻ അത് അവനത് ചെയ്യാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ അവൻ അത് ചെയ്യാതിരിക്കുകയും ചെയ്താൽ, കതബഹല്ലാഹു ഇൻദഹു, അല്ലാഹു അവന്റെ അടുക്കൽ അതിനെ രേഖപ്പെടുത്തും, ഹസനതൻ കാമില, ഒരു പൂർണ്ണമായ നന്മയായി രേഖപ്പെടുത്തപ്പെടുമെന്നാണ്. എന്താ പറഞ്ഞു നോക്കൂ, ഒരാൾ ഒരു തിന്മ ചെയ്യാൻ മനസ്സുകൊണ്ട് ഉറപ്പിച്ചു, പക്ഷെ അവൻ അത് ചെയ്തില്ല. അങ്ങനെ ചെയ്യാതിരുന്നാൽ അള്ളാഹുവിന്റെ അടുക്കൽ പരിപൂർണമായ ഒരു നന്മയായിട്ട് അത് രേഖപ്പെടുത്തപ്പെടുമെന്നാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരാള് ഒരു തിന്മ ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു, പിന്നീട് സാഹചര്യങ്ങൾ കൊണ്ട് അത് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ടല്ല, അവൻ ചെയ്യാൻ ഒരു തെറ്റ് ചെയ്യാൻ അവൻ തീരുമാനിച്ചു, പക്ഷേ ചില കാരണങ്ങൾ കൊണ്ട് അവനത് ചെയ്യാൻ പറ്റിയില്ല. എന്താണ് ആ കാരണം? ഒന്നുകിൽ അവൻ ചെയ്യാൻ തീരുമാനിച്ച തിന്മ അത് ചെയ്യേണ്ട അടുത്ത് എത്തിയപ്പോൾ അവിടെ വേറെ ആളുകൾ ഉണ്ടായിരുന്നു, അങ്ങനെ മറ്റു പല കാരണങ്ങൾ കൊണ്ട് അവനത് ചെയ്യാൻ പറ്റിയില്ല. ആ അർത്ഥത്തിലല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. മറിച്ച് സാഹചര്യങ്ങൾ കൊണ്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടല്ല, മറിച്ച് ഒരാൾ ഒരു തിന്മ ചെയ്യാൻ തീരുമാനിച്ചു, അങ്ങനെയൊക്കെ ചെയ്യാൻ തീരുമാനിച്ചതിന് ശേഷമാണ് ആ ഒരു തിന്മയുടെ ഗൗരവവും അത് ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്നതായ അതിന്റെ ഗൗരവവും കാര്യങ്ങളും ഒക്കെ അവൻ മനസ്സിലാക്കിയപ്പോൾ സ്വമേധയാ അവൻ അത് പിന്മാറി എന്ന അർത്ഥത്തിലാണ്. അത് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ ഗൗരവം മനസ്സിലാക്കി അത് ചെയ്യാതെ പിന്മാറി, അല്ലാതെ സാഹചര്യങ്ങൾ കൊണ്ട് ചെയ്യാൻ സാധിച്ചില്ല എന്ന അർത്ഥത്തിൽ അല്ല. അങ്ങനെയാകുമ്പോഴാണ്, അതിന്റെ ഗൗരവം മനസ്സിലാക്കി തിന്മയിൽ നിന്ന് പിന്മാറുമ്പോഴാണ് നന്മയായിട്ട് എന്ത് ചെയ്യുക, രേഖപ്പെടുത്തുക. അതല്ലാതെ ആ സാഹചര്യങ്ങൾ കൊണ്ട് അത് ചെയ്യാൻ പറ്റിയില്ല, അവിടെ സാഹചര്യം ഒത്തു വന്നിരുന്നുവെങ്കിൽ അവനത് ചെയ്യുമായിരുന്നു എങ്കിൽ ആ ഒരു തിന്മ തന്നെ ആയിരിക്കും അതിന് ഉണ്ടാവുക എന്നർത്ഥം. ഇനിയോ വഇൻ ഹമ്മ ബിഹ, ഇനി ആരെങ്കിലും ഒരു തിന്മ ചെയ്യാൻ മനസ്സുകൊണ്ട് തീരുമാനിച്ചു, ഫഅമിലഹ, അവൻ അത് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ, കതബഹല്ലാഹു സയ്യിഅതൻ വാഹിദ,
ആ തിന്മക്ക് അള്ളാഹുവിന്റെ അടുക്കൽ ഒരു തിന്മയായിട്ട് അതിനെ രേഖപ്പെടുത്തി വെക്കുകയും ചെയ്യും എന്നർത്ഥം. അപ്പോൾ ഒരാൾ ഒരു തിന്മ ചെയ്യാൻ തീരുമാനിച്ചു, എന്നാൽ അതിന്റെ ഗൗരവം മനസ്സിലാക്കി പിന്നീട് അവൻ അതിൽ നിന്ന് പിന്മാറുകയും ചെയ്താൽ അതൊരു നന്മയായിട്ട് രേഖപ്പെടുത്തും. എന്നാൽ തിന്മ ചെയ്യാൻ തീരുമാനിക്കുകയും അതവൻ പ്രവർത്തിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത് ഒരു തിന്മയായിട്ട് അള്ളാഹുവിന്റെ അടുക്കൽ രേഖപ്പെടുത്തപ്പെടും എന്നർത്ഥം. നന്മയുടെ കാര്യം പറഞ്ഞപ്പോഴോ, നന്മ ചെയ്യാൻ തീരുമാനിച്ചു എന്നാൽ അവനത് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ അതൊരു നന്മയായി രേഖപ്പെടുത്തുന്ന, എന്നാൽ ആ നന്മ ചെയ്താൽ അത് 10 മുതൽ 700 ഇരട്ടി വരെയാണ്. എന്നാൽ ഇവിടെ തിന്മ ചെയ്യാൻ തീരുമാനിക്കുകയും ആ തിന്മ ചെയ്യുകയും ചെയ്താൽ 10 മുതൽ 700 ഇരട്ടി വരെ തിന്മ രേഖപ്പെടുത്തുന്നില്ല. അത് അള്ളാഹുവിന്റെ കാരുണ്യമായിട്ട് നമ്മൾ കാണണം. അത് അള്ളാഹുവിന്റെ കാരുണ്യമാണ്. തിന്മ ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്യുകയും ചെയ്താൽ അത് ഒരു തിന്മയായിട്ട് തന്നെയാണ് അവന്റെ അടുക്കൽ രേഖപ്പെടുത്തി വെക്കുക എന്നത് നമ്മൾ മനസ്സിലാക്കുക. മാത്രമല്ല മറ്റൊരു ഹദീസിൽ കാണാം, നാം പറഞ്ഞല്ലോ, ഒരു തിന്മ ചെയ്യാൻ ഒരാൾ തീരുമാനിച്ചു എന്നിട്ട് അവൻ ഗൗരവം മനസ്സിലാക്കി പിന്മാറിയാൽ അതൊരു നന്മയായി രേഖപ്പെടുത്തും. എന്നാൽ അവൻ അതിന്റെ സാഹചര്യങ്ങൾ കൊണ്ട് അത് ചെയ്യാതിരുന്നതാണ് എങ്കിലോ അത് തിന്മ തന്നെയായിരിക്കും. അതിന് ഉദാഹരണമായിട്ടൊരു ഹദീസ് നമുക്ക് കാണാം. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതിൽ തക്കൽ മുസ്ലിമാനി, 2 മുസ്ലിങ്ങൾ ബിസൈഫിഹിമ, അവരെ വാളുകൊണ്ട് ഏറ്റുമുട്ടുക. 2 മുസ്ലിങ്ങൾ പരസ്പരം വാളുകൊണ്ട് ഏറ്റുമുട്ടി. ഫൽ ഖാത്തിലു വൽ മഖ്തൂലു ഫിന്നാർ, അവിടെ അങ്ങനെ ഒരാൾ മറ്റവനെ കൊന്നു, ആ കൊന്നവനും കൊല്ലപ്പെട്ടവനും നരകത്തിലാണ്. അപ്പൊ പ്രവാചകനോട് ചോദിച്ചു, പ്രവാചകരെ, ഹാദൽ കാത്തിൽ നരകത്തിലാണ്, സംശയമില്ല, അവൻ മറ്റവനെ കൊന്നതാണല്ലോ, അതുകൊണ്ട് അവൻ നരകത്തിലാണെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമൊന്നുമില്ല. ഫമാ ബാലുൽ മഖ്തൂൽ, അപ്പൊ കൊല്ലപ്പെട്ടവൻ, അവൻ മരണപ്പെട്ടു പോയില്ലേ, അവനും നരകത്തിലാകുമോ? അപ്പൊ പ്രവാചകൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്, അതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്നഹു കാന ഹരീസൻ അലാ ഖത്ലി സ്വാഹിബിഹി, അവനും തന്റെ കൂട്ടുകാരനെ കൊല്ലാൻ ആഗ്രഹിച്ച ആളായിരുന്നു, പക്ഷെ അവന് സാധിച്ചില്ലെന്നേ ഉള്ളൂ. അവനും ആ വാളുകൊണ്ട് അവൻ മറ്റവനെ കൊല്ലണം എന്നാണ് ആഗ്രഹിച്ചിരുന്നത്, പക്ഷെ അവന് സാധിച്ചില്ല. നിർഭാഗ്യവശാൽ എന്ത് ചെയ്തു, മറ്റവന്റെ വെട്ടേറ്റ് ഇവൻ ആദ്യം മരണപ്പെട്ടു പോയി എന്നുള്ളതാണ്. അപ്പൊ ഇവന്റെ ഉദ്ദേശം മറ്റവനെ കൊല്ലലായിരുന്നു. അപ്പൊ അതുകൊണ്ട് അവനും നരകത്തിലാണ് എന്നർത്ഥം. അപ്പൊ അതാണ് പറയുന്നത്, തിന്മ ചെയ്യാൻ തീരുമാനിച്ച് അവൻ അത് സാഹചര്യങ്ങൾ കൊണ്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിൽ അവനത് തിന്മ തന്നെയായിരിക്കും. എന്നാൽ ഗൗരവം ഉൾക്കൊണ്ട് തിന്മയിൽ നിന്ന് മാറുകയാണ് എങ്കിൽ അത് ഒരു നന്മയായിട്ട് രേഖപ്പെടുത്തപ്പെടുകയും ചെയ്യും. ഈ ഹദീസ് വളരെ അർത്ഥവത്തായ ഒരു ഹദീസാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ നമ്മൾ എന്തൊരു നന്മയുണ്ടോ ആ നന്മയെല്ലാം നാം പരമാവധി ചെയ്യുവാൻ വേണ്ടി പരിശ്രമിക്കുക. ആ ഒരു നന്മ ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരു നന്മയായിട്ട് രേഖപ്പെടുത്തും. അത് ചെയ്യാൻ നമുക്ക് സാധിച്ചാൽ 10 മുതൽ 700 അതിന് മുകളിലുള്ള ഇരട്ടിയായിട്ട് അള്ളാഹു നമുക്ക് നൽകുമെന്നാണ്. അതുപോലെ തന്നെ ജീവിതത്തിൽ എത്ര ചെറിയ, എത്ര നിസ്സാരമായ തിന്മയാണെങ്കിലും ഒരിക്കലും ആ തിന്മ ചെയ്യാതിരിക്കുക. ആ ഒരു തിന്മ ചെയ്യാൻ നമുക്ക് മനസ്സിൽ തോന്നുമ്പോൾ അതിന്റെ ഗൗരവവും പരലോകത്തെക്കുറിച്ച് ആലോചിച്ച്, മരണത്തെക്കുറിച്ച് ആലോചിച്ച്, അള്ളാഹുവിനെ കുറിച്ച് ആലോചിച്ച് ആ തിന്മയിൽ നിന്ന് നമ്മൾ പിന്മാറുകയും ചെയ്യുക എങ്കിൽ അത് നമുക്കൊരു നന്മയായിട്ട് മാറും നമ്മൾ മനസ്സിലാക്കുക. ഹദീസിന്റെ അർത്ഥവും ആശയവും ഉൾക്കൊണ്ട് ജീവിതത്തിൽ നന്മകളെയും തിന്മകളെയും കൃത്യമായി വേർതിരിച്ച് മനസ്സിലാക്കി അതിന്റെ ഗൗരവവും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നന്മകൾ കൂടുതൽ ചെയ്യുവാനും തിന്മകളിൽ നിന്ന് പരിപൂർണമായി അകന്നു നിൽക്കുവാനും നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.